രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനമായ IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്നും 590 കോടി രൂപയുടെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സ്ഥാപനം കടന്നു പോകുന്നത്. സർക്കാർ അക്കൗണ്ടുകളിൽ നിന്ന് വ്യാജരേഖകൾ നൽകി നടത്തിയ 590 കോടിയുടെ വൻ തട്ടിപ്പ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ആഭ്യന്തര ഓഡിറ്റിങ്ങിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയതെന്നാണ് ബാങ്കിൻ്റെ വാദം. ഹരിയാന വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ 300 കോടിയോളം രൂപ മുൻ ബാങ്ക് ജീവനക്കാരൻ്റെ ഭാര്യയും സഹോദരനും ഉടമകളായ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചകുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കാം. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഹരിയാന ബ്രാഞ്ചിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള അക്കൗണ്ടുകളിലാണ് 590 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് പകരം ചെക്കിലൂടെ പണം പിൻവലിച്ചാണ് തട്ടിപ്പ് നടന്നത്. തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്ത ബ്രാഞ്ചിലെ ചില ജീവനക്കാർ ഈ ചെക്കുകൾ വേഗത്തിൽ പണമാക്കാൻ നടപടി സ്വീകരിച്ച് അവരെ സഹായിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തട്ടിപ്പുകാർക്ക് ഈ ചെക്കുകൾ എവിടെ നിന്ന് കിട്ടിയെന്നാണ് മറ്റൊരു ചോദ്യം. വ്യാജ ഒപ്പുകളടക്കം നിർമ്മിച്ച് ചില ജീവനക്കാരാണ് ഇതിനും വഴിയൊരുക്കിയത്. ബാങ്ക് സ്വയം തെറ്റുകൾ കണ്ടെത്തിയെന്നാണ് ആദ്യഘട്ടത്തിൽ വന്ന വിവരം. എന്നാൽ അക്കൗണ്ടിലെ പിശകുകൾ പരിശോധിച്ച സർക്കാർ സംവിധാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നുവെന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഏകദേശം 1 മാസം മുമ്പ് ഫണ്ട് മറ്റൊരു ബാങ്കിലെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോഴാണ് സർക്കാർ കണക്കിലുള്ള പണം അക്കൗണ്ടിലില്ലെന്ന് ബാങ്ക് തിരിച്ചറിയുന്നത്. ഫെബ്രുവരി 18 ബാങ്ക് പരിശോധനാ നടപടികൾ ഇതേ തുടർന്ന് വേഗത്തിലാക്കുകയായിരുന്നു. അക്കൗണ്ടിൽ നടത്തിയ പരിശോധനയിൽ ആദ്യം 490 കോടിയുടെയും പിന്നീട് 100 കോടിയുടെയും ക്രമക്കേടുകൾ പുറത്തു വന്നു. മുഖ്യമന്ത്രി ഗ്രാമീണ ആവാസ് യോജനയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും അടക്കം പണം ഇത്തരത്തിൽ തട്ടിയെടുത്തതായാണ് വിവരം. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ബാങ്ക് അവകാശപ്പെടുമ്പോഴും ജീവനക്കാരുടെയും പുറത്തുനിന്നുള്ള ഏജൻറ്റുമാരുടെയും ഒത്തുകളിയാണ് ബാങ്കിന് കുരുക്കായതെന്ന് സ്പഷ്ടം. വൻ തുകകളുടെ ചെക്കുകൾ പാസാക്കുമ്പോൾ മുതിർന്ന ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നേയില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. ഇതെല്ലാം അത്ഭുതം തോന്നിക്കുന്ന കാര്യമാണ്. അക്കൗണ്ടിൽ ഇടപാടുകൾ നടക്കുമ്പോൾ ഹരിയാന വികസന പഞ്ചായത്ത് വകുപ്പിന് SMS ഇമെയിലോ ആയി അറിയിപ്പുകളൊന്നും കിട്ടിയിരുന്നില്ല. ഇതിൽ ബാങ്ക് ജീവനക്കാർ സാങ്കേതികമായി ഇടപെട്ടിരുന്നുവെന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ബാങ്കിൽ നിന്ന് പോകുന്നത് ഇവർ തടസ്സപ്പെടുത്തിയിരുന്നു. പണം പോയത് ഇതര ബാങ്കുകളുടെ അക്കൗണ്ടിലേക്കാണ്. ഇവിടെ നിന്ന് വീണ്ടെടുക്കാനാവുമെന്നാണ് ബാങ്കിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രതീക്ഷ. എങ്കിലും ഇതിനെല്ലാം ഒരുപാട് കുരുക്കുകൾ അവശേഷിക്കുന്നുണ്ട്. കുഴപ്പങ്ങളുണ്ടായിട്ടും ഓഡിറ്റുകളിൽ ഒന്നും തന്നെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നില്ല എന്നുള്ള വിവരം കൂടെ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. അതായത് ഇത്രയധികം കൃത്രിമത്വങ്ങൾ നടന്നിട്ടും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇതൊന്നും കണ്ടുപിടിക്കാനായിരുന്നില്ല, അഥവാ ഓഡിറ്റ് നടത്തിയ ഏജൻസി ഇത് കണ്ടെത്തിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ നോക്കുമ്പോൾ ഓഡിറ്റ് നടത്തിയ സ്ഥാപനവും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ഇവർ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏജൻറ്റുമാരോ ആയി സഹകരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. 2.83 ലക്ഷം കോടി രൂപയാണ് ബാങ്കിലെ ആകെ നിക്ഷേപം. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവരുടേതായി 10% നിക്ഷേപമുണ്ട്. ആകെ നിക്ഷേപത്തിൽ 0.5% മാത്രമാണ് ഹരിയാന സർക്കാരിൻ്റേതായി ഉള്ളതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മുൻ മാനേജരും യുവതിയുമടക്കം 4 പേരാണ് സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം മുഴുവൻ തുകയും, അതായത് 583 കോടി രൂപ ഹരിയാന സർക്കാരിന് തിരികെ നൽകിയതായി IDFC ഫസ്റ്റ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. പണം തിരികെ നൽകിയത് കൊണ്ട് മാത്രമായില്ല, പുറത്തു വന്ന വാർത്തകൾ ഉണ്ടാക്കിയ മോശം പ്രതിച്ഛായ മറികടക്കാൻ IDFC ബാങ്കിന് ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് സാരം.